മാധ്യമവേട്ട തുടർന്ന് ബി.ജെ.പി. സർക്കാർ. മുതിർന്ന മാധ്യമപ്രവർത്തകരായ സിദ്ധാർത്ഥ് വരദരാജനും കരൺ ഥാപ്പറിനുമെതിരെ രാജ്യദ്രോഹം കുറ്റം ചുമത്തി അസം പോലീസ്. എന്തിന്റെ പേരിലാണ് കേസെന്ന് പോലും വ്യക്തമാക്കാതെയാണ് ഇരുവർക്കും പോലീസ് സമൻസ് അയച്ചത്. ഇന്ത്യയുടെ പരമാധികാരം, ഐക്യം, അഖണ്ഡത എന്നിവയ്ക്ക് കളങ്കമാകുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ചെയ്തുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മുതിർന്ന മാധ്യമപ്രവർത്തകരായ സിദ്ധാർത്ഥ് വരദരാജനും കരൺ ഥാപ്പറിനുമെതിരെ അസം പോലീസ് രാജ്യദ്രോഹ കുറ്റം ചുമത്തിയത്. കേസിനെക്കുറിച്ചുള്ള ഒരു വിവരവും പോലീസ് പങ്കുവച്ചിട്ടില്ല. എന്താണ് കേസെന്നോ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതെന്നോ പോലീസ് വ്യക്തമാക്കിയിട്ടില്ല. എന്നാൽ ഇരുവർക്കുമെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്താനുള്ള കാരണമുണ്ടെന്നും അതുകൊണ്ട് അന്വേഷണവുമായി ബന്ധപ്പെട്ട് സഹകരിക്കണം എന്നുമാണ് പോലീസ് പറയുന്നത്. ഓഗസ്റ്റ് 22-ന് ഗുവാഹത്തി പോലീസിന്റെ ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഹാജരാകാൻ നിർദ്ദേശിച്ച് ഇരുവർക്കും അസം പോലീസ് സമൻസ് അയച്ചു. സമൻസിനൊപ്പം എഫ്ഐആർ നൽകിയിട്ടില്ലെന്നാണ് വിവരം. ഓപ്പറേഷൻ സിന്ദൂറിലെ പിഴവുകളെക്കുറിച്ച് ദ വയറിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിന്റെ പേരിലാണ് ദ വയറിന്റെ സ്ഥാപക പത്രാധിപനും കൂടിയായ സിദ്ധാർത്ഥ് വരദരാജിനെതിരെ ആദ്യം കേസെടുത്തത്. കേസിലെ തുടർ നടപടികൾ കോടതി തടഞ്ഞിരുന്നു. മാധ്യമ റിപ്പോർട്ടുകൾ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് എതിരല്ല എന്നും കോടതി നിർദ്ദേശിച്ചിരുന്നു. പിന്നാലെയാണ് പുതിയ സമൻസ് അയച്ചിരിക്കുന്നത്. ബി.ജെ.പി. സർക്കാരിന്റെ മാധ്യമവേട്ടയ്ക്കെതിരെ വിമർശനവും ശക്തമാകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.